രീതിയിലൊക്കെ അവർ വികസനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടവരാരാ കൊടുക്കേണ്ടാത്തവരാരാന്നുള്ളത് അത് അവരുടെ കുഴപ്പമല്ലല്ലോ, അത് നമ്മുടെ വാർഡിലുള്ളവരുടെ കുഴപ്പമല്ലേ. തീർച്ചയായും ഇട സർക്കാർ വൈക്കത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമഗ്ര മേഖലയിലും നല്ല വികസനമാണ് കാഴ്ചവെക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം നിയോജക മണ്ഡലത്തിലാണ്. അപ്പം ഇവിടെ ഒരു 20 വർഷത്തിൽ ഏറെയായിട്ട് ഭരണം നടത്തി വരുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ MLA CK ആശയാണ്. അപ്പം ഇടത് സർക്കാർ ഇനി തുടർഭരണം നടത്തണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതും ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായത്തിലാണോ അവർ നിൽക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പിണറായി വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതല്ല അങ്ങനെ പറയാൻ കാരണം ഇവിടുത്തെ വികസനങ്ങളെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ആദ്യം അവരെ ഓടിയെത്തി കാര്യം തിരക്കണത്. അതെ, പെൻഷന്റെ കാര്യം വന്നാലും പെൻഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ കണ്ട് തീരെ കുറച്ച് കിട്ടിയ ഇപ്പോൾ 2000 വരെ ആയില്ലേ. അതൊക്കെ ഈ പിണറായി സർക്കാരിന്റെ വിജയമാണോ? പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് പെൻഷനൊക്കെ ഇങ്ങനെ കിട്ടുന്നത്. ഇപ്പോൾ ആ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് കുടിവെള്ളം പോലും ഇപ്പം എനിക്ക് വേറൊരു വരുമാനമില്ല. കുടിവെള്ളം കൂട്ടി വെച്ചാൽ ഇപ്പം ഒരു വർഷത്തെ വെള്ളത്തിന്റെ കാശ് കൊണ്ട് നടക്കും. ഈ മണ്ഡലം ഒരു 20 വർഷത്തിലേറെ അവരാണല്ലോ ഭരിക്കുന്നത്. 20 വർഷത്തില് അവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവര് വികസനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടവരാരാന്നുള്ളത് അത് അവരുടെ കുഴപ്പമല്ലല്ലോ, അത് നമ്മുടെ വാർഡിലുള്ളവരുടെ കുഴപ്പമല്ലേ. അതെ, അപ്പൊ അവര് അനുവദിച്ചിട്ടും ഇവിടെയുള്ള ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല. കിട്ടാത്തവരാരാന്ന് തിരക്കി പിടിച്ച് കൊടുക്കേണ്ടത് അവരുടെ കടമ, അത് അങ്ങനെ തരുന്നില്ല. അത്തരത്തിലുള്ള അനാസ്ഥകൾ മാത്രം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ പിണറായി പറയണ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കിട്ടേണ്ടവന് കിട്ടണില്ലെന്നുള്ളത് അതൊരു സത്യമാണ്. അപ്പൊ ഇനി വൈക്കം മണ്ഡലം പിണറായി സർക്കാർ തന്നെ ഭരിക്കണമെന്നുള്ളതാണ്. കാരണം നമ്മളെ പാവപ്പെട്ടവന്റെ എന്തെങ്കിലും ഒരവസ്ഥ വന്ന ആദ്യം ഓടിയെത്തി കാര്യം തിരക്കണത്. MLA ഇവിടെ ഭരിക്കണ ഒത്തിരി അവർ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ആശുപത്രി ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ആശ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. വൈക്കം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ ഒത്തിരി മാറ്റം ആശ വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ LDF സർക്കാർ തന്നെ ഭരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മകള് ഇപ്പം BTech പാസ്സായിട്ട് ജോലി പോലും ഇല്ലാതെ വീട്ടിലിരിക്കുക. അപ്പോൾ അത് കൊടുക്കേണ്ടവർക്ക് ഒരു ഗതിയില്ലാത്ത എനിക്ക്. ഇപ്പം ഭർത്താവും മരിച്ചു, ഞാനും ജോലി, എൻ്റെ മകനും ജോലിയാണ്. ഷോക്കൊന്നും ഒരു വശം തളർന്നിരിക്കുക. ഒരു മുൾക്കർച്ച വാഹനത്തിന് ഞാൻ അപേക്ഷ വെച്ചിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പഞ്ചായത്ത് BJP ഭരിച്ചത്. ഒരു പൈസയുടെ ഗുണവും വാർഡ് ചെയ്തില്ല. ഇപ്പോൾ LDFൻ്റെ ഒരു പാർട്ടിക്കാർ ജയിച്ചു വന്നപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ആസ്പത്രിയിൽ പോകാൻ ഓരോ മാസത്തിൽ 5-6 പ്രാവശ്യം ആസ്പത്രിയിൽ പോകാൻ വണ്ടിയെ കൊണ്ട് വലിയലോട്ടം. നമ്മൾ അറിയണ ഒരു ഓട്ടോക്കാരൻ നമ്മുടെ അവസ്ഥ ഓർത്ത് അവർ വന്ന് ആണ് ആസ്പത്രിയിലാക്കണം, അല്ലാതെ ഒരു ഓട്ടോക്കാരും വരികയില്ല. ഇപ്പം ഈ LDFൻ്റെ ഞങ്ങളുടെ വാർഡ് ജയിച്ചത് LDF ആണ്. അത് ജയിച്ചതിന് ശേഷം ഞങ്ങളുടെ അങ്ങോട്ടുള്ള റോഡ് പണിത് നല്ല രീതിയിൽ വന്നു റോഡ്. അത് കാരണം ആസ്പത്രിയിലോട്ട് വരാം. ഇന്നിപ്പോൾ ഞാൻ മരുന്നിന് വേണ്ടി എൻ്റെ മകൾ അങ്ങോട്ട് ഒരു പത്രം മേടിക്കാൻ വേണ്ടി പോയി. അതിനായി ഇവിടം വരെ ഒരു കണക്ക് നടന്നു പോയിട്ട് തിരിച്ച് നടക്കാനിരിക്കുകയാണ്. അപ്പം ഇനിയും പിണറായി സർക്കാർ തന്നെ വരണം. പിണറായി സർക്കാർ വരണം. എന്നാന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് പാവപ്പെട്ട അല്ലെ അവർ ഇന്നവരാണ്, ഇന്നവർക്ക് ഇന്നത് കൊടുക്കണമെന്ന് അതിൻ്റെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ വാർഡിൽ അറിയാവുന്നവരുണ്ടല്ലോ. അവർ തിരക്കി പിടിച്ച പിന്നെ എല്ലായിടത്തും ഇതാന്ന് പറ്റാൻ പറ്റിയാലെങ്കിൽ പോലും ചെയ്യേണ്ടത് അവരത് സർക്കാരിൻ്റെ കുഴപ്പമല്ല. തീർച്ചയായും ഇട സർക്കാർ വൈക്കത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമഗ്ര മേഖലയിലും നല്ല വികസനമാണ് കാഴ്ചവെക്കുന്നത്. അത് ഞാൻ പറയാതെ നമ്മൾ ജനങ്ങൾക്കൊക്കെ കാണാവുന്ന ഒരു കാഴ്ചയാണ്. ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും കായിക മേഖലയിലായാലും സമസ്ത രംഗങ്ങളിലും വളരെ നല്ല പുരോഗതിയാണ്, വളരെ നല്ല വികസനമാണ് ഇടത് സർക്കാർ കാഴ്ചവെച്ചേക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യം. പെൻഷൻ്റെ കാര്യമാണെങ്കിലും 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള ഇപ്പോൾ സ്ത്രീകൾക്ക് ഈ പ്രാവശ്യം മുതൽ, അതുപോലെ അനവധി സമഗ്ര മേഖലകളിലും പിണറായി സർക്കാർ വളരെ നല്ല രീതിയിലുള്ള തൊഴിലുറപ്പിന്റെ ആ പദ്ധതിയിൽ അവർ തന്നെയല്ലേ ഇപ്പം പണിമുടക്ക് നടത്തിയത്. ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, വിധവ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ കുറേ മേഖലകളിൽ ഇതേപോലെ തന്നെ കുറേ. കേരളത്തിൻ്റെ ബഡ്ജറ്റ് വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. കാരണം ഇപ്പം ക്രൈസ്തവ മേഖലകളിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജ്, അവരങ്ങനെ ഒരു ആവശ്യം, ഒരു പൊതുവികാരം ജനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനെപ്പറ്റി വ്യക്തമായുള്ള ചർച്ചകൾക്ക് ശേഷം
വളരെ നയപരമായിട്ടുള്ള തീരുമാനം. അതിനെ കേരള ജനത ഒന്നടങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ജനങ്ങളും ദുഃഖം മനസ്സിലാക്കി, അവരെ ആഴത്തിൽ മനസ്സിലാക്കി, അവരുടെ വേദനകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഹൃദയപക്ഷം എന്ന് പറയുന്നത്. വെച്ചാൽ ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാലും ജനപക്ഷം തന്നെയാണ്. ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന, അവർക്കൊപ്പം നിൽക്കുന്ന, അവരാഗ്രഹിക്കുന്ന വികസനങ്ങൾ നാട്ടിൽ മണ്ഡലത്തിന് വേണ്ടി ഒരുപാട്. ഇപ്പം വൈക്കത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഹോസ്പിറ്റൽ, നവീന രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ വെറുതെ ആരോപണം. കാരണം എല്ലാത്തിൻ്റെയും വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട കേസുകൾ നമ്മൾ ഹൈലൈറ്റ്സ് കാണിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതല്ല വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു മുന്നേറ്റവും ഒരു വികസനവും തന്നെയാണ്. മറ്റൊന്നുമില്ല. മിക്കവാറുള്ള റോഡുകളൊക്കെ ടാർ ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. മിക്കവാറും ഇട റോഡുകൾ, ചെറിയ റോഡുകൾ അങ്ങനെ പൂർത്തീകരിച്ചിട്ടുണ്ടാകും. കാരണം നമ്മൾ ഇട റോഡിൽ കൂടെ പോകുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു. എന്താ ഈ സർക്കാരിന്റെ ആകെ ഒരു പ്ലസ് എന്ന് പറയുന്നത് ഈ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് മാത്രമാണെന്ന്. അപ്പൊ അതിനോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? പെൻഷൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് സമഗ്ര മേഖലകളിലും ഇപ്പൊ ഹോസ്പിറ്റലായാലും നവീന രീതിയിലുള്ള ഹോസ്പിറ്റൽ. ഇപ്പൊ വൈക്കത്ത് തന്നെയാണെങ്കിൽ അമ്മയും കുഞ്ഞും, പിന്നെ തൊട്ടിപ്പുറത്ത് കോമൺ ആയിട്ടുള്ള ഒരു ഇതിന്റെയൊക്കെ വളരെ ദ്രുതകാലാടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. സി കെ ആശയാണ്. അതുപോലെ തന്നെ പല ഘട്ടങ്ങളിൽ തടസ്സം നേരിട്ടപ്പോഴും ഇതൊക്കെ സി കെ ആശ ഞങ്ങളുടെ MLA വളരെ സമൃദ്ധമായിട്ട് അവർ തൊഴിലാളികളും മറ്റുമായിട്ട് ചർച്ച ചെയ്ത് പല ഘട്ടങ്ങളിൽ തടസ്സമുണ്ടായി. ഒക്കെ വളരെ ക്രിയാത്മകമായി സംസാരിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ സമയബന്ധിതമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ പണി തീർന്നത്. അതുപോലെ പാലം, നേരക്കടവ് പാലം, മാക്കിക്കടവ് പാലം, ഇതേപോലെ എല്ലാം സദാ ഞാൻ പറഞ്ഞു അവർ അയൽവാസികൾ. കാരണം നമുക്ക് കക്ഷി രാഷ്ട്രീയം അധികം എല്ലാവർക്കും പെരുമ്പളം പാലം രാഷ്ട്രീയമല്ല, നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല, പൊതുവേ ഉള്ള ജനവികാരങ്ങൾ ജനങ്ങൾ പൾസറിഞ്ഞ് കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോട് സമീപിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. അതിനൊരു മാറ്റമില്ല. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വൈക്കത്ത് വീണ്ടും തേർഡ് ടൈം എന്നല്ല, പാർട്ടിയാണ് അതിൻ്റെ തിരിക. അപ്പം വരുന്ന ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് ഇടതു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നുള്ളൂ, സംശയമില്ല.